സ്വാഗതം. ആരംഭിക്കുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നോക്കാം തലക്കെട്ട്. പൊങ്കാല പുണ്യം നുകർന്ന് ഭക്തസഹസ്രങ്ങൾ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചത് ഉച്ചയ്ക്ക് 1:15. പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നഗരം ശുചിയാക്കി നഗരസഭ. പൊങ്കാല അടുപ്പുകളിലെ കല്ലുകൾ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്നവർക്ക്. പൊങ്കാലയ്ക്കിടയിലും സമരവീര്യവുമായി ആശമാർ. നിവേദ്യം സർക്കാരിന്റെ കണ്ണു തുറക്കാൻ. ഞങ്ങളുടെ ആശയുടെ സമരം ആയതുകൊണ്ട് സമരവും ഇന്ന് പിന്മാറാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പൊങ്കാലയിടുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സമരവും പൊങ്കാലയും ഒരുമിച്ച്. സുരേഷ് ഗോപി ഇന്നും സമരപ്പന്തലിൽ. ആശാ സമരത്തിനെതിരെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. കണ്ണൂരിൽ മെഡിക്കൽ ഷോപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ച മരുന്നിന് പകരം നൽകിയത് അധിക ഡോസുള്ള മരുന്ന്. കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചെന്ന് ഡോക്ടർമാർ. പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിനെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ്നാട്. ദേവനാഗരി ലിപിക്ക് തമിഴ്നാട് അക്ഷരം രൂ ചേർത്തു. ടീച്ചർ പങ്കുവച്ച് MK സ്റ്റാലിൻ. വിമർശനവുമായി BJP. തുഷാർ ഗാന്ധിയെ തടഞ്ഞവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമെന്ന് പിണറായി വിജയൻ. സംഘപരിവാറിനെതിരായ വിമർശനത്തിൽ ഉറച്ച് തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധിക്ക് മാനസിക രോഗമെന്ന് BJP. യാക്കോബായ സഭയുടെ കാതോലിക്കെ വാഴിക്കുന്ന ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനെതിരെ ഓർത്തഡോക്സ് സഭ. സുപ്രീം കോടതി വിധി സർക്കാർ അട്ടിമറിക്കുന്നു. പുതിയ വാഴിക്കൽ സമാന്തര ഭരണത്തിന് വേണ്ടിയെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. ലബണിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മന്ത്രി P. രാജീവ് ഉൾപ്പെടെ 7 സർക്കാർ പ്രതിനിധികൾ. ദളിത് ചിന്തകനും സാഹിത്യകാരനുമായ KK കൊച്ച് അന്തരിച്ചു. അന്ത്യം 76-ാം വയസ്സിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ. വിടവാങ്ങിയത് കീഴാള ജീവിതങ്ങളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ വ്യക്തിത്വം. ഫ്ലെക്സ് നിരോധന ഉത്തരവുകൾ നടപ്പിലാക്കിയതിന് സർക്കാരിനെ അഭിനന്ദിച്ച് ഹൈക്കോടതി. കർശന നടപടി തുടരണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. SHOമാർ കേസെടുക്കുന്നുണ്ടെന്ന് DGP ഉറപ്പാക്കണമെന്നും കോടതി. വിശദമായി കിടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തമിഴ്നാട് സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ്നാട് അക്ഷരമായ രൂ ചേർത്ത് സർക്കാർ. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സാമൂഹിക മാധ്യമമായ Xൽ പങ്കുവെച്ച വീഡിയോയിലാണ് ഈ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നത്. ടീച്ചർ മുഖ്യമന്ത്രി പുറത്തുവിട്ടതോടെ രൂക്ഷ വിമർശനവുമായി BJPയും രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലും കേന്ദ്ര സർക്കാരിലും തമ്മിൽ ഏറ്റുമുട്ടുന്ന പുതിയൊരു പോർമുഖം തുറക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പല വിഷയങ്ങളിലുമുണ്ട്. അത് തമിഴ് ഭാഷ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ തർക്കങ്ങളുണ്ട്, നിരവധി വിവാദങ്ങളുണ്ട്. ഇതിന് പുറമെയാണ് ഈ റുപ്പി ചിഹ്നത്തിൽ മാറ്റം വരുത്താനുള്ള തമിഴ്നാടിൻ്റെ നീക്കം. എന്താണ് ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലെ BJP നേതൃത്വത്തിൻ്റെ പ്രതികരണം? ഒപ്പം തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? സൈത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരും
കേന്ദ്ര സർക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരിക്കുകയാണ്. അടുത്തിടെ പല പ്രതിഷേധങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട്ടിൽ നടന്നത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. അതിനിടയിലാണ് വരുന്ന വെള്ളിയാഴ്ച തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൻ്റെ പോസ്റ്ററുകളിലും ടീസറുകളിലും ഇത്തരത്തിൽ രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ് ലിപി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യമൊട്ടാകെ ഉപയോഗിക്കുന്നത് ദേവനാഗരി ലിപിയിലെ ര എന്ന അക്ഷരത്തിൽ നേരത്തെ ഉദയകുമാർ കൊണ്ടുവന്ന ആ ചിഹ്നമാണ് രാജ്യമൊട്ടാകെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റുകളിലും തമിഴ്നാട് ഈ ചിഹ്നം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പുറത്തിറങ്ങിയ പോസ്റ്ററുകളിലും അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൻ്റെ ടീസറുകളിലുമെല്ലാം തമിഴ് ലിപിയായ രു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നിലവിൽ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്ററും ടീസറുകളും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെയാണ് ഈ ടീസർ പങ്കുവച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തമിഴ്നാടിൻ്റെ വികസനം അതോടൊപ്പം തന്നെ ദ്രവീഡിയൻ മോഡൽ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇത് പങ്കുവച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇത്തരത്തിൽ എക്സിലൂടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇത് പങ്കുവച്ചതിന് പിന്നാലെ BJP രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. അതിൽ പ്രധാനമായും BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ദേവനാഗരി ലിപിയിൽ ഈ ര എന്ന അക്ഷരം കൊണ്ടുവന്ന ഉദയകുമാർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു DMK MLA ആയിരുന്നു. DMK MLAയുടെ മകൻ കൊണ്ടുവന്ന ഒരു മാറ്റത്തെ തന്നെ ഇങ്ങനെ കളിയാക്കാൻ എങ്ങനെ സാധിച്ചു മിസ്റ്റർ സ്റ്റാലിൻ എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പരിഹസിക്കുന്നത്. നേരത്തെ തമിഴിസൈ സൗന്ദരരാജൻ അടക്കമുള്ള BJP നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ചിഹ്നമല്ല മാറേണ്ടത്, തമിഴകത്തിൻ്റെ തലവരെയാണ് മാറേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളെല്ലാം തന്നെയും. എന്തായാലും നിലവിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ആ തർക്കങ്ങൾ കൂടുതൽ തീവ്രമാകുന്ന തരത്തിലേക്കാകും ഇനി കാര്യങ്ങൾ എന്ന് ഉറപ്പാണ്. വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പുതിയ തലത്തിലേക്ക് കടക്കുന്നു ഈ സംഭവത്തോടെ എന്നതാണ് സാഹചര്യം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് തുടർ നീക്കങ്ങൾ പ്രതീക്ഷിക്കും. പൊങ്കാലയർപ്പിച്ച് ഭക്തസഹസ്രങ്ങൾ. ഭക്തസഹസ്രങ്ങളുടെ മനം നിറച്ച് ആറ്റുകാൽ പൊങ്കാല. ഇഷ്ടനിവേദ്യമായ ശർക്കര പായസവും തെരളിയും മണ്ടപ്പുറ്റും ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിച്ചാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ മടങ്ങിയത്. ഇന്നത്തെ ദിവസം സമന്മാരാണ്. എല്ലാവരും ഈ തെരുവോരങ്ങളിൽ മുഴുവൻ ആറ്റുകാൽ അമ്മയ്ക്കുള്ള നിവേദ്യം അർപ്പിക്കാനായി ഒരേപോലെ, വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, തിരക്കാണെങ്കിൽ തിരക്ക്, ഇതൊക്കെ സഹിച്ച് എല്ലാവരും ഇന്നത്തെ ദിവസം മുഴുവൻ ഈ തിരുവനന്തപുരത്തിന്റെ തെരുവോരങ്ങളിലുണ്ടാവും. പ്രാർത്ഥനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തലസ്ഥാനത്ത് സംഗമിച്ച ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നിർവൃതി. അനന്തപുരിയിലെ വീഥികളിൽ പൊങ്കാല അടുപ്പ് ഒരുക്കിയവർ ഇഷ്ടനൈവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. രാവിലെ ശുദ്ധപുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. ശുദ്ധപുണ്യാഹത്തിന് ശേഷം കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന തോറ്റംപാട്ട് നടന്നു. ദേവിയുടെ വിജയം കേട്ടയുടനെ തന്ത്രി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തിക്ക് കൈമാറി. 12:15 ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഓരോ തവണയും ആറ്റുകാൽ പൊങ്കാലയുടെ പേരും പെരുമയും കൂടുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരുടെ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല നടന്നത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നൈവേദ്യം. ഈ സമയം വായുസേന ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി. ദശലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഇവിടെ അടുപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വീണ്ടും പൊങ്കാല അർപ്പിക്കാൻ അവസരമുണ്ടാക്കണമെന്ന പ്രാർത്ഥനയോടെ ഭക്തരുടെ മടക്കം. ഇനിയുള്ള നിമിഷങ്ങൾ ഭക്തർക്ക് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്.
നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയത്. കടുത്ത ചൂടിനെ അവഗണിച്ചും ലക്ഷങ്ങൾ പൊങ്കാലയുടെ ഭാഗമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയവർക്ക് പൊങ്കാല സൗകര്യമൊരുക്കി തലസ്ഥാനവാസികൾ മികച്ച ആതിഥേയരുമായി. പതിവ് പോലെ പോലീസും ഫയർഫോഴ്സും കോർപ്പറേഷനും മികച്ച സൗകര്യമൊരുക്കി മാതൃക കാട്ടി. അങ്ങനെ ഒരു വർഷത്തെ മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തരും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തിരക്കിലാണ്. പൊങ്കാല നിറഞ്ഞൊഴുകിയ അടുപ്പുകളെല്ലാം തിരികെ എടുത്തുകൊണ്ടുപോയി പഴയ തിരുവനന്തപുരത്തെ തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെയുള്ള അധികൃതരെല്ലാവരും. ഇനി അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് കാത്തിരിക്കാം അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കായി. ക്യാമറമാൻ അരുണിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. നടിമാരായ ചിപ്പി, ആനി, ജലജ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ വലിയ നിരയാണ് ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ പൊങ്കാലയിടാൻ എത്തിയത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് വലിയ നിർവൃതിയാണെന്ന് ഇവരെല്ലാം പറയുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര നിറവ്, ഭയങ്കര സംതൃപ്തി. ആ വർഷം ചെല്ലുന്തോറും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരട്ടിക്കുകയുള്ളൂ. നമുക്കതല്ലേ ഈ പൊങ്കാല ദിവസം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ. അവർക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കാം. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ, പുതിയ മൂവിയുടെ റിലീസുണ്ട്. അപ്പം അതുകൊണ്ട് തുടരും റിലീസുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പ്രാർത്ഥനയിൽ വന്നിരിക്കുകയാണ്. പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ. ഇനി എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസം. അമ്പലത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ, പണ്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, ഇത്ര തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെയൊന്നും അങ്ങോട്ട് പോയിട്ട് അടുത്തോട്ട് പോകാനേ പറ്റുന്നില്ല, അത്ര തിരക്കാണ്. അത് വേർഡ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാ വർഷവും ഞാൻ 100% എല്ലാ വർഷവും ഞാൻ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടുക എന്നുള്ളത്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നത് സഫലമായി. ഇല്ല, നമ്മളൊരു വലിയൊരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ നേർച്ച ഇടുന്നത്. അത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പറഞ്ഞിരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അതെ, ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടാണ് ഓരോ വട്ടം ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ പറ്റണേ. ഇപ്പോൾ വർഷം പൊങ്കാല ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും അടുത്ത വർഷം പൊങ്കാല ഇടാൻ പറ്റണേ, ദേവി സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അതെന്തായാലും ദൈവമേ എല്ലാവരും കാക്കണേ, നന്നായിട്ട് ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ ഞാൻ അത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം, അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ, അല്ലെങ്കിൽ എല്ലാം നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പതിവ് പോലെ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം നഗരം ശുചിയാക്കി നഗരസഭ. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച കല്ലുകളും നഗരസഭ ശേഖരിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്ന ആളുകൾക്ക് ഈ കല്ലുകൾ കൈമാറും. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നെ 3000-ലധികം തൊഴിലാളികൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഒരേ സമയം ശുചീകരണത്തിനിറങ്ങി. പൊങ്കാലയിട്ടവർ ഉപേക്ഷിച്ചു പോയ കല്ലുകളും നഗരസഭ ശേഖരിച്ചു. 30-ലേറെ പാവങ്ങൾക്കാണ് കഴിഞ്ഞ വർഷം ഈ കല്ലുകൾ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ശുചീകരണത്തിന് ശേഷം കൃത്രിമ മഴ പെയ്യിച്ച് ശുചീകരണം പൂർത്തിയാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ പൊങ്കാലയിട്ട് ആശാവർക്കർമാർ. സമരത്തിന്റെ 32ാം ദിവസത്തിലാണ് സമരപ്പന്തലിലിരുന്ന് ആശാവർക്കർമാർ പൊങ്കാല അർപ്പിച്ചത്. ഞങ്ങൾക്ക് പ്രതിഷേധം കൊണ്ട് ഉള്ളിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ചിരിച്ച മുഖത്തോടെ പൊങ്കാലിടും. ഞങ്ങൾ ഇന്ന് സമരത്തിൽ വന്നിട്ട് 32 ദിവസമായി. ഇതുവരേക്കും നമ്മുടെ പിണറായി സർക്കാരിന് ഒരു മനസ്സലിവ് ഇതുവരേക്കും തോന്നിയിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം അറിയിച്ചു. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാലേ ആശമാർക്ക് പണം നൽകൂ എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ ആശമാരെ പിരിച്ചുവിടുന്നത് കേന്ദ്ര അനുമതി ആവശ്യമില്ലെന്ന വാദമാണ് കേരളം ഉന്നയിക്കുന്നതെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. ആശമാരുമായി ചർച്ച ചെയ്ത് സമരത്തിന്റെ അവസാനം കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ, അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ, തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി
ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തോ? എവിടുത്തെ ന്യായമാണത്? ഇവിടെ ഈ 32 ദിവസമായിട്ട് ആശാ വർക്കേഴ്സ് ഇങ്ങനെ ഒരു സമരത്തിൽ ഇരിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശുഭദിനത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിണറായി വിജയൻജിയോട്, അവരെ ഒന്ന് വിളിക്കണം, അവരുടെ ചർച്ച തുടങ്ങണം. അവർ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിന്റെ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സാണ്. അവരെ ഇങ്ങനെ വിടരുത്. അതുകൊണ്ട് അവരുടെ ഒരു ജെന്യുവിൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഈ പൊങ്കാല ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ്, CM അവരെ വിളിക്കണം, പിണറായി വിജയൻ അവരെ വിളിച്ച് അവരെ ഇരുത്തി ചർച്ച ചെയ്യണം. കേന്ദ്ര സർക്കാരിനും ആശാ സമരത്തിനുമെതിരെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചുപിടിക്കുകയാണ്. ആശമാരുടെ കാര്യത്തിൽ BJP പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആശമാരെ സ്ഥിരം തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അനങ്ങാതിരിക്കുന്നെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് ആനയിക്കുന്നതെന്ന വിമർശനവും മുഖപ്രസംഗത്തിലുണ്ട്. കേന്ദ്ര നയം തിരുത്താൻ യോജിച്ച സമരത്തിന് തയ്യാറാകണമെന്നും ദേശാഭിമാനി മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റ് കേന്ദ്രം നൽകാത്തത് കോ ബ്രാൻഡിംഗ് വൈകിയതിനാൽ. എന്നാൽ പിന്നീട് ബ്രാൻഡിംഗ് നടത്തിയെങ്കിലും കേന്ദ്രം തുക അനുവദിച്ചിട്ടില്ല. കേന്ദ്രവിഹിതം ഉൾപ്പെടെ സംസ്ഥാനം ചെലവഴിച്ച 636.88 കോടി രൂപയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയെന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി നൽകിയ രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് നൽകിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആരോപണം. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരിടണമെന്ന് ആരോഗ്യ മന്ത്രാലയം 2018 ആദ്യം ആവശ്യപ്പെട്ടത്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേര് നൽകണമെന്നായിരുന്നു ആവശ്യം. ആദ്യം തർക്കിച്ചു നിന്നെങ്കിലും 2023 സംസ്ഥാനം പേരുമാറ്റൽ ആരംഭിച്ചു. എന്നാൽ അതേ വർഷം നവംബറിൽ കേന്ദ്രം വീണ്ടും പേരുമാറ്റി. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നായിരുന്നു നിർദ്ദേശം. മലയാളത്തിന് ചേരാത്ത പേരെന്നു പറഞ്ഞ് സംസ്ഥാനം എതിർപ്പറിയിച്ചു. പുതിയ പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. സംസ്ഥാനം നൽകിയ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം എന്ന പേര് കേന്ദ്ര സർക്കാർ തള്ളി. ഒടുവിൽ മറ്റു വഴികളില്ലാതെ 2024 ജൂൺ 26 കേന്ദ്രം പറഞ്ഞതുപോലെ സംസ്ഥാനം പേരുമാറ്റിയത്. അപ്പോഴേക്കും ആ സാമ്പത്തിക വർഷം അവസാനിക്കുകയും ആശാ വർക്കർമാരുടെ ഇൻസെന്റീവായി നൽകിയ 100 കോടി ഉൾപ്പെടെയുള്ള തുകയിൽ 1 രൂപ പോലും കേന്ദ്രം അനുവദിക്കാതെയുമായി. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. എന്നാൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമായി ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിനും സുരേഷ് ഗോപി ആശമാരുടെ സമരപ്പന്തലിലും എത്തി പറഞ്ഞത്. ഇത് ശരിയല്ലെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വച്ച രേഖകൾ വ്യക്തമാക്കുന്നു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടും തുക അനുവദിക്കാത്ത കേന്ദ്ര നടപടിക്കെതിരെയാണ് സംസ്ഥാനത്തിന്റെ പ്രതിഷേധം. സംസ്ഥാനം കൈമാറിയ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതോടെ ബ്രാൻഡിംഗ് നടത്താത്തതാണ് ഫണ്ട് തടയാൻ കാരണമെന്ന് കേന്ദ്രവും സമ്മതിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിപ്പ് നൽകിയ മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പ് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. കുഞ്ഞിൻ്റെ കരളിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചതായി ഡോക്ടർമാർ പറയുന്നു. പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ മാസം 8 കണ്ണൂർ പഴയങ്ങാടി സ്വദേശി സമീറിന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് പനിയെ തുടർന്ന് ക്ലിനിക്കിൽ ചികിത്സ തേടിയത്. ഡോക്ടർ കുഞ്ഞിനായി കുറിച്ച് നൽകിയത് പനിക്കുള്ള കാൽപോൾ സിറപ്പായിരുന്നു. എന്നാൽ പഴയങ്ങാടിയിൽ തന്നെയുള്ള ഖദീജ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകിയത് പനിക്കുള്ള കാൽപോൾ തുള്ളിമരുന്നു. ഇതാണിപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനിലയെ ബാധിച്ചിരിക്കുന്നത്. മരുന്ന് ഓവർഡോസ് ആയിരുന്നതിനാൽ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായും ഡോക്ടർമാർ. ഇന്നലെ കുട്ടിയുടെ കുറേ ഭാഗ്യത്തിന് 1.1 അതായത് കുട്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത്. അപ്പോൾ ഇനിയും കുട്ടി ബാഡ് ആവണമെങ്കിൽ ചെയ്യേണ്ടത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ പിഴവാണ് കുഞ്ഞിന്റെ ആരോഗ്യനില മോശമാക്കിയതെന്ന് അച്ഛൻ സമീർ പ്രതികരിച്ചു. പിഴവ് സംഭവിച്ച കാര്യം
ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും സമീർ ആരോപിച്ചു. ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സിറപ്പ് തന്നെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിന്റെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. ബന്ധുക്കളുടെ പരാതിയിൽ ഖദീജ മെഡിക്കൽസിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. പ്രതിഷേധമുണ്ടായാലും RSS വിമർശനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഗാന്ധിജിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി. ഇന്നലെ നെയ്യാറ്റിൻകരയിൽ BJP പ്രവർത്തകർ വാഹനം തടഞ്ഞത് സംബന്ധിച്ചാണ് തുഷാർ ഗാന്ധിയുടെ പ്രതികരണം. മഹാത്മാഗാന്ധിയെയാണ് BJP അപമാനിച്ചതെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടെ തുഷാർ ഗാന്ധി മാനസിക രോഗിയാണെന്നാണ് BJPയുടെ ആരോപണം. The BJP we will be able to defeat, but the RSS is poison, and we have to be very cautious about it, because if it spreads in the circulation system of our country. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നടത്തിയ പ്രസംഗമാണ് BJPയെ പ്രകോപിപ്പിച്ചത്. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയ തുഷാർ ഗാന്ധിയുടെ വാഹനം തടഞ്ഞു. എന്നാൽ പ്രതിഷേധമുണ്ടായാലും RSS വിമർശനം തുടരുമെന്ന് തുഷാർ ഗാന്ധി. No, I don't intend to take any legal action. I respect their right to protest. I don't like or I don't respect their methods of protesting, but I respect their right to protest. കേരളത്തിൽ നിന്ന് ഇത്തരമൊരു പ്രതിഷേധം പ്രതീക്ഷിച്ചില്ല. Although I was surprised that it happened in Kerala, I feel that the secular parties in Kerala, the LDF and UDF, have to now wake up to the menace that RSS and BJP poses to the tradition and culture of Kerala, and come together to defeat these separatist forces. കോൺഗ്രസ് തുഷാർ ഗാന്ധിക്ക് സംരക്ഷണം ഒരുക്കുന്നു. മഹാത്മാഗാന്ധിയെയാണ് BJP അപമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ്. ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ, ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത്. ഈ കേരളം മുഴുവൻ, കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. എന്നാൽ തുഷാർ ഗാന്ധിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് BJP. തുഷാർ മാനസിക രോഗിയാണെന്ന് BJP നേതൃത്വം ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമത്തെ ശക്തമായി അപലപിക്കുകയാണ് മുഖ്യമന്ത്രിയും. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടിയുണ്ടാവും. കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് പോലുള്ള നീക്കങ്ങൾ അനുവദിക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാവില്ല. പൊതുജനാഭിപ്രായം വളർത്തി സമൂഹമാകെ ഇത്തരം ചെയ്തികൾക്കെതിരെ ഒറ്റപ്പെടുത്തുകയും വേണമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഓർത്തഡോക്സ് സഭ യാക്കോബായ പള്ളിത്തർക്കം സംബന്ധിച്ച കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. മതസ്ഥാപനങ്ങളുടെ അധികാരം ഏറ്റെടുക്കാൻ ഭരണകൂടത്തിന് അധികാരമുണ്ടോ എന്ന നിയമവിഷയവും ഹൈക്കോടതി ഡിവിഷൻ ബഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ നൽകിയ കോടതിയലക്ഷ്യ ഹർജി പുതിയതായി ഡിവിഷൻ ബഞ്ച് പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് യാക്കോബായ സഭയുടെ കൈവശമുള്ള എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് സഭയുടെ കോടതിയലക്ഷ്യ ഹർജി. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം വീണ്ടും മുടങ്ങി. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് സാങ്കേതിക തടസ്സം കണ്ടെത്തിയത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. 8 ദിവസത്തെ ദൗത്യത്തിനായി ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത്. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലുള്ള മടക്കയാത്ര ഒഴിവാക്കി. പല തവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് 9 മാസത്തോളമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇരുവരെയും തിരികെ എത്തിക്കാൻ നാസയും സ്പേസ് എക്സും ചേർന്നുള്ള ദൗത്യമാണ് ക്രൂ 10. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:18-ഓടെയാണ്
പേടകം വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. 10 മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ സ്പേസ് എക്സിന്റെ ക്രൂട്ടൻ ബഹിരാകാശത്ത് എത്തിച്ചേർന്നുമെന്നാണ് നാസ പ്രതീക്ഷിച്ചിരുന്നത്. 16-ാം തീയതിയോടുകൂടി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക തടസ്സം കാരണം മുടങ്ങിയത്. അടുത്ത ശ്രമം എന്ന് നടത്തുമെന്ന് സ്പേസ് എക്സും നാസയും ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആഴ്സണൽ റയൽ മാഡ്രിഡിനെയും ബയേൺ മ്യൂണിക്ക് ഇന്റർ മിലാനെയും നേരിടും. PSG-യുടെ എതിരാളികൾ ആസ്റ്റൺ വില്ലയാണ്. ബാഴ്സലോണയും മൊറൂസിയ ഡോർമുണ്ടും തമ്മിലാണ് ക്വാർട്ടർ പോരാട്ടം. ഇന്നലെ നടന്ന 2ാം പാദ പ്രീ ക്വാർട്ടർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അത്ലറ്റിക് മാഡ്രിഡിനെ മറികടന്നാണ് റയൽ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയത്.